ഇളകി മറിയുകയാണ് മലയാള സിനിമാ ലോകം ഇപ്പോൾ. ഈ രംഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുറന്നു പറഞ്ഞ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ ബാല തന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചും വെട്ടിത്തുറന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. നടന്റെ ഓരോ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്നത് വലിയ സത്യങ്ങളാണ്. നടന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഇപ്പോൾ സിനിമാ രംഗത്ത് എത്ര പോലീസ് കേസുകൾ ഉണ്ട്, എത്ര സെലിബ്രിറ്റികളുടെ പേരിൽ കേസുണ്ട്, ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? ന്യായം എവിടെയായാലും അവരുടെ പക്ഷത്താണ് ഞാൻ. സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവരുടെ പക്ഷത്ത് ഞാനുണ്ടാകും. ഒരാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും പണവും കണ്ടിട്ട് ഒരു പെണ്ണ് ഒരാളെ ഹരാസ് ചെയ്താൽ ഞാൻ ഉറപ്പായും അയാളുടെ കൂടെ ഉണ്ടാകും. ഒരു പെണ്ണ് ഒരാൾക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ ഉടനെ ദുബായിലേക്ക് ഓടിപ്പോവുകയാണ് ചിലർ. അങ്ങനെ ഓടിപ്പോകുന്നത് എന്തിനാണ്? ഒരു മാസം അവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളെല്ലാം മറന്നുപോകും. അതുകൊണ്ടാണ്. ദുബായിൽ പോയി കള്ളു കുടിച്ച് ജോളിയായിരിക്കും. 10-20 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അതിനുശേഷം ആ പെണ്ണിനെ വിളിച്ചു നോക്ക്, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, നിനക്ക് 20 ലക്ഷമോ 30 ലക്ഷമോ തരാമെന്ന് പറയും. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു പെണ്ണ് വന്ന് ഒരു കേസ് കൊടുക്കണമെങ്കിൽ അവൾക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാകണം. അത് കൊടുത്തു കഴിയുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും. ആ പ്രക്രിയ നടക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയും? ഇവൾ ഇങ്ങനെ പോയവളാണ് എന്ന് പറയുമായിരിക്കും. ആ കേസ് ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടുപോകുമ്പോൾ അതവർക്ക് താങ്ങാനാകില്ല. അവസാനം ഈ സമൂഹം അവളെ ഒരു തെറ്റായ പെണ്ണായി മാറ്റും. ഒത്തുതീർപ്പിന് വിളിച്ച് കാശ് കൊടുത്ത് അവളെ വിലക്കെടുക്കുമ്പോൾ അവൾ മോശക്കാരിയായി മാറി. അല്ലാതെ മനഃപൂർവ്വം വഴിതെറ്റിപ്പോകുന്നതല്ല. ഇനി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മുൻപ് തന്നെ പറഞ്ഞതാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് എന്ന് ഞാൻ മുൻപ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ ചതിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതുപോലെ കാമഭ്രാന്തന്മാരായ ആണുങ്ങളും ഇവിടെയുണ്ട്. ഞാൻ മുൻപ് ശബ്ദ സന്ദേശം ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ ആരുമില്ല. പക്ഷേ ചുരിദാറോ സാരിയോ ഉടുത്ത ഒരു പെണ്ണ് വന്നിരുന്നു പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്. എന്നെ നിങ്ങൾ ലൈവിൽ കൊണ്ടുവാ, ഞാൻ എല്ലാം തുറന്നു പറയാം. അടുത്തവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്ന കാമഭ്രാന്തന്മാർ ആര് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? മക്കളും ഭാര്യയുമുള്ള കുടുംബമാണെന്ന് നോക്കാതെ എങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ ചെയ്ത് നശിപ്പിച്ചു. നിയമം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നും എല്ലാം ഞാൻ പറയാം. അങ്ങനെ എന്നെ കൊണ്ടുവരാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. 4 വർഷമായി ഒരു കേസ് കൊണ്ട് നടക്കുകയാണ് ഞാൻ. ഒരു പിണ്ണാക്കും ഇവിടെ നടന്നിട്ടില്ല. പിന്നെയാണ് ഹേമ കമ്മീഷൻ. ഹേമ കമ്മീഷനെക്കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കുകയല്ല. എൻ്റെ മനസ്സിലെ സങ്കടമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. ഇതിനു മുമ്പുള്ള കേസുകളൊക്കെ കിടക്കുവല്ലേ? ഇപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് ബാല തുറന്നടിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കേസെടുത്ത് മുന്നോട്ടു പോകണമെന്നാണ് ബാല വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സത്യമായ കാര്യത്തിന് കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പരാതി പറഞ്ഞവർ മാനസിക വിഷമത്തിൽ ആകുമെന്നും ബാല പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.